ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം ആൺകുട്ടികളുടെ ഇനത്തിൽ 1ാം സ്ഥാനം നേടിയ ശിവകല്യാണാണ്. നമസ്കാരം. നമസ്കാരം. മോനെ, ഏതൊക്കെ നിങ്ങളിലാണ് പങ്കെടുത്തത്? ഞാൻ നാടോടി നൃത്തത്തിലും അഷ്ടപതിയിലും പിന്നെ സംസ്കൃത അഷ്ടപതിയിലും കുച്ചിപ്പുടിയിലും പങ്കെടുത്തിരുന്നു. എങ്ങനെയാണ് മത്സരത്തിൽ സമ്മാനങ്ങൾ ഏതിനൊക്കെയാണ് നേടിയത്? എനിക്ക് നാടോടി നൃത്തത്തില് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്, അഷ്ടപതിയിലും എ ഗ്രേഡ് ഉണ്ട്, പിന്നെ കുച്ചിപ്പുടിയില് ഡ്രസ്സിന്റെ ഒരു അഴിഞ്ഞു പോയതിന്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് ബി ഗ്രേഡ് ആയിരുന്നു. എന്തായാലും നമ്മുടെ ഈ ഇനത്തിൽ നമുക്ക് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ തലശ്ശേരി BMBHSS. തലശ്ശേരിയിലാണല്ലേ? വീട് എവിടെയാണ് ശരിക്കും? എന്റെ വീട് തലശ്ശേരി കോടിയേരി. എത്ര കാലമായി നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ നൃത്തം അങ്ങനെ പഠിക്കുന്നില്ല. ആദ്യം ചെറുതില് കുറച്ചു കാലം പഠിക്കാൻ പോയി, ഒരു 2-3 വർഷം എന്നിട്ട് നിർത്തി. പിന്നീട് കുറച്ച് വേറെ ഒരു ഗുരുവിന്റെ അടുക്ക പോയി. പിന്നെ ഇപ്പോ കലോത്സവങ്ങൾക്ക് വേണ്ടി ഓരോ ആരാണ് ഈ ഐറ്റം ആരാണ് പഠിപ്പിച്ചത്? എന്നെ ഈ നാടോടി നൃത്തം കുച്ചിപ്പുടിയും പഠിപ്പിച്ചത് കലാമണ്ഡലം ദിയാദാസും പിന്നെ അവിടെ തന്നെയുള്ളൊരു വന്ദന എന്ന് പറയുന്ന ഒരു ടീച്ചറും കൂടിയിട്ട്. ഈ നാടോടി നൃത്തത്തിന്റെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? എന്തായിരുന്നു അതിന്റെ വിഷയം? എന്തായിരുന്നു എന്ന് വെച്ചാല് ഒരു തമ്പ്രാട്ടി പെണ്ണ് പാവപ്പെട്ട ചെക്കനെ പ്രേമിക്കുന്നു. അപ്പോൾ അതറിഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന തമ്പ്രാന് അവസാനം അവനെ കൊന്നിട്ട് രണ്ടാളും ഒപ്പരം ചാകുന്നു. അങ്ങനെയാണ് പഠിത്തം എങ്ങനെ പോകുന്നുണ്ട്? പഠിത്തമൊക്കെ നന്നായിട്ട് പോകും. ഞാനിപ്പോ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലാണ് അല്ലേ? എല്ലാത്തിലും A+ ആണല്ലേ? ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? എനിക്കൊരു സോൾജിയർ ആവാനാണ് ആഗ്രഹം. സോൾജിയർ ആകാനാണ് ആഗ്രഹം അല്ലേ? അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിലെ അച്ഛനമ്മ ഏച്ചി ഞാൻ. അച്ഛനമ്മ വീട്ടിൽ വേറെ ആരെങ്കിലും ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഏച്ചിയൊക്കെ ആദ്യം ചെറുതില് ഡാൻസിനൊക്കെ പോകാനുണ്ട്, ഡാൻസ് എല്ലാം കളിക്കലുണ്ട്. അങ്ങനെയാണ്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല രീതിയിൽ? സ്കൂളിൽ നിന്നൊക്കെ ടീച്ചർമാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം തന്നെ ഇത്ര നേരം ഇവിടെ ടീച്ചർമാരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടാണ്. എന്തായാലും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിലെ സമ്മാനം നേടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.